Volume. Dear students, all are welcome to my Political Science class. In this class, we will discuss about Indian Constitution, why and how. Why? Because it is the first chapter of our first year. In this class, chapter Constitution, why and how, you may learn about what is meant by Constitution or explain the most important functions of Constitution. ഈ വർഷം +1 പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന വൈ ആൻഡ് ഹൗ എന്ന് പറഞ്ഞു നിർത്തിയത്. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഹിയർ വി എക്സാമിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് മെൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഭരണഘടന? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ്. വി ക്യാൻ സേ ദാറ്റ്, പ്ലീസ് ഡിയർ സ്റ്റുഡൻസ്, Constitution is a document or a set of documents comprises a number of articles about the state, specifying how the state is to be constituted and what norms it should follow. It consists of the basic principles. It means Constitution consists of the basic principles and laws of a state that determines the powers and functions. Here, ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും ഇത് നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ അഥവാ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ വൈ ആൻഡ് ഹൗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ആൻഡ് ഹൗ. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഡിഫൈൻഡ് ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന എന്നാൽ എന്ത് എന്ന് പറയുമ്പോൾ രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്നും ഈ അധികാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്തായിരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഒരു പ്രമാണത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രമാണങ്ങളെയോ ആണ് ഭരണഘടന എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? വേണമെന്നോട് പറയാം. രാഷ്ട്രം എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണ് എന്നും ഈ അധികാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്തായിരിക്കണം എന്നും നിർദ്ദേശിക്കുന്ന ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രമാണങ്ങൾ, അതാണെന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് എ ബേസിക് റൂൾസ് ഓർ എ സെറ്റ് ഓഫ് റൂൾസ് ഇൻക്ലൂഡിംഗ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ആസ് വെൽ ആസ് ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ്. മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 3 മാർക്കിന് ഒരു ചോദ്യം വരുന്നത് നമ്മൾ ഹൗ എന്ന് ചോദിച്ചല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്തെ ഭരണഘടന നിർവഹിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ functions? What are the most important functions headed by Constitution, especially in our India? You know, വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയാം. അത് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. എന്നാൽ 3 മാർക്കിനധികം ചോദിക്കുന്നത് വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹിയർ 4 points are: provides a set of basic laws to coordinate the people of a given society. പൗരന്മാരെ ഒറ്റ സമൂഹമായി നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. സെക്കൻഡ് ഈസ് ദാറ്റ് സ്പെസിഫൈസ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ദ പവർ ടു മേക്ക് ലോസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ്. എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ അധികാരം, തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് ഭരണഘടന അത്യാവശ്യമാണ്. എന്നോട് പറയാം, സ്പെസിഫൈസ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് പവർ ടു മേക്ക് ലോസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ്. ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ ടു മേക്ക് ലോസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് എന്ന് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. അവർ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സിറ്റിസൺസ് റൈറ്റ്സ്. പ്രൊട്ടക്റ്റിംഗ് റൈറ്റ്സ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. എന്താണ്? പ്രൊട്ടക്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് റൈറ്റ്സ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് എനേബിൾസ് ദ ഗവൺമെൻറ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾ ഓഫ് സൊസൈറ്റി. എന്താണ്? ഭരണഘടന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ 3-4 മാർക്കിന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ആ ഭരണഘടന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡെമോക്രാറ്റിക് കൺട്രി. ഇൻ അവർ കൺട്രി യു ക്യാൻ സേ ദാറ്റ്
ഹിയർ എക്സിസ്റ്റ് എ ഫെഡറലിസ്റ്റിക് നേച്ചർ. സോ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടും. എന്താണ്? ഹു ഈസ് ടേംഡ് ആസ് ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഒരു മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റൊരു ഏരിയ ആണ് എക്സ്പ്ലെയിൻ എബൌട്ട് മേജർ ഐറ്റംസ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതായത് നമ്മുടെ ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിധേയമാക്കിയതിൻ്റെ ഫലമായി വിവിധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ ഫലമായി 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യ ഭരണഘടന അംഗീകരിക്കുകയുണ്ടായി. അങ്ങനെ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ജവഹർലാൽ നെഹ്റു ഇൻട്രൊഡ്യൂസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ 13 December 1946 is defined the aims of Constituent Assembly and also expressed the aspirations and the values behind the Constitution. Major contents of objective resolutions are as follows. എന്തൊക്കെയാണ് ആ ലക്ഷ്യപ്രമേയത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നത്? അത് നമുക്ക് നോക്കാം. അതായത് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഒരു മാർക്ക് എക്സ്ട്രാ അവിടെ കിട്ടി. എന്താണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്തായിരിക്കണമെന്നും ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് എമംഗ് ദം, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതുപോലെ തന്നെ മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളുടെയും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുടെയും യൂണിയൻ ആയിരിക്കണം ഇന്ത്യ. ഇന്ത്യ ടു ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫോർമർ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്. അതോടൊപ്പം തന്നെ ടു എൻഷുർ സോഷ്യോ ഇക്കണോമിക് ജസ്റ്റിസ് ടു ഓൾ, എല്ലാവർക്കും സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുക. ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, എന്താണ്? പിന്നോക്ക ജാതിക്കാരുടെയും മറ്റ് പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ടു മെയിൻറ്റെയിൻ യൂണിറ്റി ഓഫ് അവർ നാഷൻ, എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളെയും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഉയർത്തുക എന്നുള്ള കാര്യവുമാണ് ലക്ഷ്യപ്രമേയത്തിലൂടെ അവർ ലക്ഷ്യം വെച്ചിരുന്നത്. പിന്നീട് നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പറയാം. അതോടെ ഈ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. വാട്ട് ആർ ദ ബോറോവ്ഡ് പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതൊരു മറ്റൊരു ഏരിയ ആണ്. അതായത് നിങ്ങൾക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊവിഷൻസ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് പ്രത്യേകം തരുന്നു. അതിൻ്റെ അകത്ത് രാജ്യങ്ങൾ തരില്ല, ഏത് രാജ്യത്തു നിന്നാണ് നമ്മുടെ ഭരണഘടന ഇതൊക്കെ കടമെടുത്തിട്ടുള്ളത് എന്നാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ കടമെടുത്ത വ്യവസ്ഥകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ബോറോവ്ഡ് പ്രൊവിഷൻസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അത് ഓരോന്നോരോന്നായിട്ട് പഠിച്ചാൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. ഫസ്റ്റ് ഇസ് ദാറ്റ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, റൂൾ ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാനഡയിൽ നിന്ന് കടമെടുത്തത് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഐഡിയ ഓഫ് റെസിജ്വൽ പവേഴ്സ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ USSR കടമെടുത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, സ്പീക്കറുടെ സ്ഥാപനവും അദ്ദേഹത്തിന്റെ ചുമതലകൾ, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അമേരിക്കൻ ഭരണഘടന കടമെടുത്തവയാണ് മൗലികാവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ വിഭാഗത്തിലെ സ്വതന്ത്രത. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നിങ്ങൾക്കറിയാം, ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചതാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഈ പ്രിൻസിപ്പിൾസ് കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിലെ ഭരണഘടന അഥവാ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അവശിഷ്ടാധികാരം, റെസിജ്വൽ പവർ എന്നത് കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇത്തരത്തിൽ
ഇന്ത്യൻ ഭരണഘടനയിൽ ധാരാളം കടമെടുത്ത വ്യവസ്ഥകൾ നിലകൊള്ളുന്നു. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഏതൊക്കെയാണ് വ്യവസ്ഥകൾ എന്ന് ചോദിച്ചിട്ട് രാജ്യം കണ്ടെഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ രാജ്യം തന്നിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. 3 മാർക്കായിരിക്കും ഉത്തരം